بسم الله الرحمن الرحيم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي، نهر على نحر الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. وآل رسول الله عال مقامهم، وآل رسول الله لمع الفضائل. وآل رسول الله عال مقامهم، وآل رسول الله زين الجحافل. او کہ جود و کرم ہے شہ بطحا تیرا، نہیں سنتا ہی نہیں مانگنے والا تیرا. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യത്തിൽ ജമലുല്ലൈലി തറവാടിൽ നിന്ന് സമീപകാലത്ത് നമ്മോട് യാത്ര ചോദിച്ച് ആത്മീയ കേരളത്തിന്റെ കാരണവന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫദുൽ ജമലുല്ലൈലി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ അനുസ്മരണ വാർഷികത്തിന്റെ സദസ്സിലാണ് നാം ഉള്ളത്. മഹാനായ സയ്യിദ് അവറുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പിതാവിന്റെ വിയോഗത്തിനു ശേഷം എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും പിതാവിന് പകരമായി കുടുംബ വിഷയങ്ങളിൽ വരെ മക്കളെപ്പോലെ ഞങ്ങളോട് സഹകരിക്കുകയും
പരിചരിക്കുകയും ചെയ്തവർ കൂടിയാണ് എന്നത് ഇവിടെ എത്തുമ്പോഴും അവിടുത്തെ ഓർമ്മിക്കുമ്പോഴുമെല്ലാം നമ്മെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കുടുംബ സദസ്സുകളിൽ അതുപോലെ ഹജ്ജിന്റെ അവസരങ്ങളിൽ കുടുംബക്കാരായ ഞങ്ങൾ എത്തിപ്പെടുന്നവരെല്ലാം ദുആ ചെയ്യുമ്പോൾ മുന്നിൽ നിർത്തി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിച്ചിരുന്ന മഹാനായ സയ്യിദ് അവറുകളുടെ വിയോഗം പ്രാസ്ഥാനികമായും സംഘടനാപരമായുമൊക്കെ ബന്ധപ്പെടുന്ന ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ പുരുഷന്മാരായ അംഗങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്വാധീനിച്ച ഒരു വിയോഗമാണ് എന്ന യാഥാർത്ഥ്യം ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ഇവിടെ എന്ത് പറയണം എന്ന് ആലോചിക്കുമ്പോൾ ബുഖാരി ദഅ്വാ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സയ്യിദ് അവർകൾ വിളിച്ചുകൊണ്ടുവന്ന് ഇന്ന് നമ്മുടെ പുതിയ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്ത് വേദിയൊരുക്കി അഹ്ലുബൈത്തിനെ കുറിച്ച് പറയണമെന്ന് ആവശ്യപ്പെടുകയും അല്പസമയം പറഞ്ഞത് ഓർക്കുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് തന്നെ അല്പം അനുബന്ധം പറയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇത് കേവലം ഒരു പ്രഭാഷണ വേദി എന്നതിലുപരി വിശ്വാസികളായ ആളുകൾ അഹ്ലുബൈത്തിനോട് കാണിക്കുന്ന ആത്മീയ ബന്ധത്തിന്റെയും അവിടുത്തെയോടൊക്കെ ഉയർത്തുന്ന വൈകാരികമായ സമീപനത്തിന്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വിശ്വാസി ലോകത്തെ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അഹ്ലുബൈത്തിനോടുള്ള സമീപനം. ഇസ്ലാമിക പ്രചരണത്തിനു വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുകയും രക്തപങ്കിലമായ പോരാട്ടങ്ങളിൽ ജീവസമർപ്പണം നടത്തി അധ്വാനിക്കുകയും അനുയായികളോടൊപ്പം പ്രതിസന്ധികൾ വകഞ്ഞുമാറ്റുകയും ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ഭൗതികമായ സഹായം ചെയ്തു കൊടുക്കാനല്ല എന്നു മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ആളുകളും അവരുടെ മക്കൾക്ക് വേണ്ടി അനന്തര സ്വത്ത് വെച്ചിട്ട് പോകുമ്പോൾ ലോകത്തുള്ള എല്ലാ ആളുകളും സാമ്പത്തികമായ സഹായം സന്താന പരമ്പരയ്ക്കുണ്ടാകാൻ വേണ്ടത് ചെയ്തിട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരു ചില്ലി കാശ് പോലും അനന്തര സ്വത്ത് വെച്ചിട്ടല്ല വഫാത്തായത്. സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളെ അയച്ച രംഗം ഓർമ്മിക്കുന്നുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട പിതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്ന് വിഹിതം ആവശ്യപ്പെടുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് തരണം, ബറക്കത്തിന് വേണ്ടി സൂക്ഷിക്കാൻ അവിടുന്ന് വഫാത്തായപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയ അല്പമൊരു സമ്മാനം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ആളെ അയച്ചു.
അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടു വിധത്തിലുള്ള പ്രതികരണമാണ് അറിയിച്ചത്. പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ആത്മമിത്രമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു, ഞാൻ വഫാത്താകുന്ന സമയത്ത് വല്ല സ്വത്തും ഉപേക്ഷിച്ചിട്ട് പോയാൽ എന്റെ കുടുംബത്തിനും അവകാശികൾക്കും ഒന്നും അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല, മുഴുവനും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പൊതു ഖജനാവിലേക്ക് നീക്കണം എന്ന് വസിയ്യത്ത് ചെയ്തു. അപ്പോൾ മകൾക്കറിയാൻ താല്പര്യമുണ്ടാകും, പ്രിയപ്പെട്ട ഉപ്പ എന്തൊക്കെ സ്വത്താണ് ഉപേക്ഷിച്ചിട്ട് പോയത് എന്നറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായേക്കാം. എന്നാൽ മകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോഗം തേടുന്ന സമയത്ത് ഒരു സ്വത്തും ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടുത്തെ അങ്കി ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു എന്നതറിയാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ആ നിലയിൽ ഭൗതികമായ സ്വത്തുക്കൾ മുഴുവനും ഇസ്ലാമിക ലോകത്തിന് വേണ്ടി നീക്കിവെക്കുകയും കയ്യിലുണ്ടായിരുന്നത് മുഴുവനും അവസാനം വിട പറയുന്നതിന് മുമ്പ് പാവപ്പെട്ടവർക്ക് വേണ്ടി കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ട് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കൾക്ക് വേണ്ടി സാമ്പത്തികമായി ഒന്നും ഒരുക്കി വെച്ചില്ല. എന്നാൽ നിങ്ങളാരെങ്കിലും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടോ, നിർബന്ധമായും മുതലാളിമാർ കൊടുക്കേണ്ട സമ്പത്തിന്റെ സക്കാത്ത് അതെന്റെ കുടുംബത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ മുസ്ലിം ലോകം തയ്യാറാകുമായിരുന്നു. പക്ഷേ അതും എന്റെ കുടുംബത്തിന് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതേ സമയത്ത് ഇസ്ലാമിക ലോകത്തും അഹ്ലുബൈത്തിന്റെ ലോകത്തുമല്ലാതെ ഇത്തരം ദർശനങ്ങൾ കാണാൻ കഴിയില്ല. ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ ചക്രവാളത്തിലെ അനിഷേധ്യയായ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UPA അധ്യക്ഷ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും റോയൽറ്റി വാങ്ങിക്കൊണ്ടാണ് ഇപ്പോഴും കഴിയുന്നത്. അഥവാ കോപ്പിറൈറ്റ് അവകാശം ഇന്ന് അവർക്കാണ്. അതുപോലെ കഴിഞ്ഞുപോയ രചയിതാക്കളെല്ലാം ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയവരെല്ലാം അവരുടെ രചനയുടെ പകർപ്പാവകാശവും അവർ പ്രവർത്തിച്ചിരുന്ന മേഖലകളിലെ അനന്തരാവകാശങ്ങളും കുടുംബസ്വത്തിന്റെ അനന്തരവിഹിതങ്ങളുമെല്ലാം മക്കൾക്ക് വേണ്ടി നീക്കിവെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അതൊന്നും ആവശ്യപ്പെടുന്നില്ല. ലാ അസ്അലുകും മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ അഹ്ലുബൈത്തിനോട് അനുരാഗത്തോടെയും ആത്മബന്ധത്തോടെയും ആദരവോടെയും സമീപിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊന്നും നിങ്ങളിൽ നിന്ന് പ്രത്യുപകാരമായി ആവശ്യപ്പെടുന്നില്ല എന്ന് ജീവാർപ്പണം നടത്തി ആദർശത്തിന്റെ പ്രചരണ മേഖലയിൽ സർവാത്മന സമർപ്പണം നടത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിദാനമായി ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ്. ആ അഹ്ലുബൈത്തിന്റെ അനിഷേധ്യരായ കണ്ണികൾ അവരുടെ ശാരീരിക സാന്നിധ്യം ഖബറിടത്തിലും അവിടുത്തെ ആത്മീയ സാന്നിധ്യം നമ്മുടെ സദസ്സിലും അനുഭവിച്ചുകൊണ്ടാണ് അല്പം ചില വർത്തമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ മഹാന്മാരും ആലിമീങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ചക്രവാളത്തിലെ പ്രധാനികളുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അഹ്ലു ബൈത്തി അമനത്തുല്ലി ഉമ്മത്തി. എന്റെ കുടുംബം ഈ സമുദായത്തിന്റെ സുരക്ഷയാണ്.
രക്ഷാകവചമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ആകാശത്തിന്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ. ഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്. ആ നക്ഷത്രങ്ങൾ ഇല്ലാതെയായാൽ ആകാശത്തിന് വിപത്ത് വന്നുപോയി. അതുപോലെ എന്റെ അസ്ഹാബിമാർ വഫാത്തായാൽ ഈ ഉമ്മത്തിന് വിപത്ത് ഭവിച്ചുപോയി. ഞാൻ വഫാത്തായാൽ എന്റെ സ്വഹാബിമാർക്ക് വിപത്ത് സംഭവിച്ചു പോയി. എന്റെ അഹ്ലുബൈത്തിന്റെ സാന്നിധ്യം ഈ സമുദായത്തിന് സുരക്ഷയാണ്. അവരുടെ അസാന്നിധ്യം ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില്ലറ വർത്തമാനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള അനുരാഗത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അവരുടെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തി. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഖിറകും തത്ഹീറാ. പരിശുദ്ധമായ അഹ്ലുബൈത്തിന്റെ ആത്മശുദ്ധിയും അവരുടെ ആദരവിനെയും ആവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രൗഢമായ പ്രഖ്യാപനം. ഈ ഹദീസിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ വിശാലമായ വാള്യങ്ങൾ വരെ എഴുതിയതായി നമുക്ക് കാണാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ ആദരവ്, അവരുടെ മഹത്വത്തിന്റെ മികവ്, അവരുടെ ഉന്നതിയുടെ ഉച്ചസ്ഥായി, അതെല്ലാം വിശദീകരിക്കുവാൻ മഹാന്മാരായ ആളുകൾ കാണിച്ച പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഇന്നലകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് അഹ്ലുബൈത്തിന്റെ ആദരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വവും പഠിച്ചറിഞ്ഞവരുടെ ചില വാചകങ്ങളാണ് നാം അടുത്തറിയേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൽ അഹ്ലുബൈത്തിനെ മുഴുവനും നിഷേധിക്കുന്ന ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുബൈത്തിന്റെ ആളുകളെ അനാദരവോടുകൂടി കാണുന്ന ആളുകൾ, അങ്ങനെയൊന്നും തങ്ങന്മാരില്ല, തങ്ങന്മാർക്ക് പ്രത്യേകിച്ച് മഹത്വങ്ങളില്ല, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ഇവിടെയുള്ള ഹൈന്ദവനും ക്രൈസ്തവനുമെല്ലാം ആദം നബിയുടെ മക്കളെന്ന പേരിൽ തങ്ങന്മാരാണെന്നൊക്കെ വിളിച്ചുകൂവുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ ലേബലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുന്നു, എന്റെ കുടുംബത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ഈ പരിഗണിക്കണമെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, പിൽക്കാലത്ത് ഇസ്ലാമിക വീട്ടിൽ അബദ്ധ കാഴ്ചപ്പാടുകളുമായി ആളുകൾ കടന്നു വരുമ്പോൾ, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഞാൻ ആവശ്യപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളിലെ വ്യതിയാനങ്ങളും കാലാന്തരത്തിൽ സമുദായത്തിന്റെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടതും പഠിക്കേണ്ടതും നിങ്ങൾ വിലയിരുത്തേണ്ടതും തുടരേണ്ടതും എന്റെ പ്രിയപ്പെട്ട ഖുലഫാക്കളുടെ മാർഗമാണ്. അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അടക്കമുള്ള മഹത്തുക്കളായ അഇമ്മത്തുകൾ ഏത് മാർഗത്തെയാണോ സ്വീകരിച്ചത്, ആ മാർഗത്തിലാണ് ശരിയായ ഇസ്ലാമിന്റെ ദർശനത്തെ ആവഹിക്കേണ്ടതെന്ന് ആധികാരികമായി ഓർമ്മപ്പെടുത്തുമ്പോൾ, അഹ്ലുബൈത്തിനെ സമീപിക്കുന്നതിൽ ഖുലഫാക്കളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് നാം അറിയേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പരാമർശത്തിൽ കാണാം, ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മബന്ധത്തെ സംരക്ഷിക്കുവാൻ അവിടുത്തെ അഹ്ലുബൈത്തിനോട് അനുരാഗവും സമീപനവും നിലനിർത്തുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു,
യുഖാതിബു ബിദാലിക അന്നാസ വയൂസീഹിം ബിഹി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ മുഴുവനും ഈ വിഷയത്തിൽ സംബോധന നടത്തി വസിയ്യത്ത് ചെയ്യുകയാണ്. അൽ മുഹാഫളതു അലൈ, ഈ വിഷയത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിക്കുന്നതിലും അവരോട് ആത്മബന്ധം നിലനിർത്തുന്നതിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്ഫളൂഹു ഫീഹിം ഫലാ തുഉദൂഹും വലാ തുസീഉ ഇലൈഹിം. നിങ്ങൾ ആ അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കുകയോ അവരോട് തെറ്റായി സമീപിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ട് രണ്ടാമതായി അവിടുന്ന് പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, ലഖറാബതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യ മിൻ അൻ നസില മിൻ ഖറാബതി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ കുടുംബത്തെക്കാളും എന്റെ പരമ്പരയെക്കാളും ഞാൻ പ്രത്യേകത പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെയാണ്. കാരണം ലോകാവസാനം വരെയും കുടുംബ ബന്ധം കൊണ്ടും മറ്റേതെങ്കിലും അനുബന്ധം കൊണ്ടും അനുഗ്രഹം ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ വേഗം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ട് ഇസ്ലാമിന്റെ വിരോധികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവർക്ക് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെടുകയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ നബിയെ, തങ്ങൾക്ക് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, അൽ കസീറ മിനൻ നിഅമി വമിൻഹാ അൽ കൗസറു, അനന്തമായ അനുഗ്രഹങ്ങൾ നബിയെ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അതിൽപ്പെട്ടതാണ് നാളെ ലഭിക്കാനുള്ള കൗസർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഓ നബിയെ, അവിടുത്തെയുടെ പരമ്പര മുറിഞ്ഞു പോകുന്നതല്ല, അവിടുത്തെയുടെ വിരോധികളുടെ പരമ്പരകൾ മുറിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, അവരാരെങ്കിലും നിലനിന്നാൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അബൂജഹലിന്റെ പേരക്കുട്ടി ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിച്ചാൽ പോലും അയാൾ പറയാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ഗതികെട്ടുപോയി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം വആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹഫിലി, എല്ലാ വേദികളുടെയും അലങ്കാരം, എല്ലാ പോസ്റ്ററിലെയും ഒന്നാമത്തെ നാമം, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തല, എല്ലാ നേതൃത്വത്തിൻ്റെയും തിലകം, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും താജ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സിദ്ദീഖിയ്യത്ത് കൊണ്ട് മാത്രം ഇമാറത്തിന്റെ പദവിയിലേക്ക് വരാൻ അവിടത്തേക്ക് പറ്റാത്തത് കൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ബന്ധമുണ്ടാകണം. വ്യക്തിപരമായ സ്നേഹബന്ധത്തിലുപരി ആത്മീയമായും കുടുംബപരമായും ഒരു ബന്ധത്തിന്റെ തലം കൂടി ഉണ്ടാകണം. റഷ്ഫത്തു സ്വാദി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖറാബത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഒരു ബന്ധത്തിന്റെ പാലം പണിതിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഒരു ബന്ധത്തിന്റെ വഴിയുണ്ട്.
ആ നിലയിൽ അവരെല്ലാം കുടുംബത്തിന്റെ സർക്കിളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഖിലാഫത്തിന്റെ തലത്തിൽ അവർ യോഗ്യരായി മാറുന്നത് എന്ന് മഹാന്മാര് വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കളിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് തോളിൽ കിടത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പറയുന്നു, മോനെ, നിനക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷൈപ്പല്ലല്ലോ ഞങ്ങളുടെ നേതാവ്, നിന്റെ ഉമ്മയുടെ ഉപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണല്ലോ കൂടുതൽ സാദൃശ്യമുള്ളതെന്ന് പറഞ്ഞ് ചുംബനം കൊടുത്ത് ആദരവിന്റെ അടയാളങ്ങളോടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ചേതോഹരമായ രംഗങ്ങൾ ഇമാമുകൾ നിവേദനം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഇതിന് പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട്. ആദരിക്കപ്പെടേണ്ടവരാണ് സ്വന്തം കുടുംബത്തെക്കാൾ. അതാണ് പിൻപറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മഴയ്ക്ക് ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓ അല്ലാഹുവേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇടതേട്ടം നടത്തിയിട്ട് മഴ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. അല്ലാഹുവേ, ഞങ്ങളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനെ കൊണ്ടാണ് ഞങ്ങൾ ഇടതേട്ടം നടത്തുന്നത്, ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, വഖ്തിയാർ ഉമർ റളിയല്ലാഹു അൻഹു ലിൽ അബ്ബാസി റളിയല്ലാഹു അൻഹു ലിത്തവസ്സുലി ബിദുആഇഹി ഇന്നമാ ഹുവ ലിഖറാബതിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ദുആയിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധമാണ്. വലിഹാദാ ഖാല റളിയല്ലാഹു അൻഹു ഫീ തവസ്സുലിഹി. അതുകൊണ്ടാണ് ദുആഇന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ ചെയ്തെന്നു എന്ന് പറഞ്ഞത്. വലം യഖുൽ ബിൽ അബ്ബാസി, അബ്ബാസ് എന്നവരെ കൊണ്ട് ഇടതേട്ടം നടത്തുന്നു എന്ന് പറയാതെ അമ്മി നബിയിനാ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം വആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി നൂറുൽ ജഹഫിലി. ഇവിടെയുള്ള എല്ലാവർക്കും വെളിച്ചത്തിന്റെ വിധാനങ്ങൾ നൽകി മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിച്ച് സ്വർഗസ്ഥരാക്കാനുള്ള കവാടങ്ങളുടെ കാവൽക്കാരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ കുടുംബമെന്ന് സ്വഹാബത്ത് അംഗീകരിക്കുകയും അനുസൃതമായി സമീപിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരവസരത്തിൽ പറയുന്നു, വല്ലാഹി ലൈസ്ലാമുക യൗമ അസ്ലംത
കാന ഹബ്ബ ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖതാബി ലൗ അസ്ലമ. എൻ്റെ വാപ്പ ഇസ്ലാമിലേക്ക് അന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം അബ്ബാസ് എന്നവർ ഇസ്ലാമിലേക്ക് വരുന്നതായിരുന്നു. കാരണം അന്ന ഇസ്ലാമക കാന ഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇസ്ലാമിൽ ഖതാബ്. അല്ലയോ പ്രിയപ്പെട്ട അബ്ബാസ് എന്നവരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന അന്ന് എൻ്റെ വാപ്പയായ ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ എനിക്ക് സന്തോഷം എൻ്റെ വാപ്പ വരുന്നതിലല്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിലാണ്. കാരണം നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോഴാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്ത കുടുംബം എന്ന നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടാവുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, അവിടുത്തെയുടെ പിതാവ് അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വന്ന് സന്തോഷം രേഖപ്പെടുത്തുമ്പോൾ ആഹ്ലാദം അടയാളപ്പെടുത്തുന്നില്ല. ഉടനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഓ സിദ്ദീഖേ, ആഘോഷിക്കേണ്ട ആഹ്ലാദമില്ലാതെ സന്തോഷത്തിൽ പരിമിതപ്പെടുന്നത് എന്തിനാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയബന്ധത്തോട് ആത്മബിന്ദുക്കളെ രേഖപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എൻ്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവിടുന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട് നബിയേ. എൻ്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരാൻ തങ്ങൾ ആശിച്ചതുപോലെ, ഞാൻ ആശിച്ചതുപോലെ തങ്ങളുടെ മൂത്താപ്പയായ അബൂ താലിബ് കലിമ ചൊല്ലണമെന്ന് അവിടുന്ന് ആശിച്ചിരുന്നല്ലോ. ആ ആശ പൂർത്തിയാകാതെ എൻ്റെത് മാത്രം പൂർത്തിയായപ്പോൾ എനിക്ക് സന്തോഷിക്കാനേ കഴിയുന്നുള്ളൂ, ആഘോഷിക്കാൻ കഴിയുന്നില്ല. കാരണം അബൂ താലിബ് എന്നവർ കലിമ ചൊല്ലിയിരുന്നെങ്കിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു ചെന്നിട്ട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട മൂത്താപ്പ, ഞാനൊരു വാചകം പറഞ്ഞു തരാം, അതുകൊണ്ട് നാളെ പരലോകത്ത് വിജയത്തിന് സാക്ഷി നിൽക്കാം എന്ന് പറയുമ്പോ ഖുറൈശി പ്രമുഖന്മാരിലേക്ക് ഇടം കണ്ടു പോയപ്പോൾ വാക്കുച്ചരിക്കാൻ കഴിയാതെ വിയോഗം നേടിയതിന്റെ പേരിൽ ഫാത്തിമത്തു സഹ്റ അകത്തളത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ രംഗം ഇമാമുകൾ നിവേദനം ചെയ്യുമ്പോൾ അതോർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ആശ പൂർത്തിയായെങ്കിലും സമാനമായി തങ്ങൾക്കുള്ള ആശ പൂർത്തിയാകാത്തതിൽ എനിക്ക് ആഘോഷമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്നതിൻ്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനോടുള്ള പ്രേമം. നമുക്കെല്ലാം അറിയില്ലയോ, ബദറിൻ ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന ആരോപണത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടിയപ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മഹദികൾ വീട്ടിൽ നിന്നിറങ്ങി. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട സ്വഹാബികൾ അവിടുന്ന് എവിടേക്കെന്നില്ലാതെ ഓടിപ്പോയി. ആ സമയത്തല്ലേ വീട്ടിൽ നിന്നിറങ്ങിയ സ്വഹാബി വനിത വഴിയിൽ വെച്ച് ജനാസ കാണുന്നു. ഇതാരുടെ ജനാസയാണ്? നിന്റെ ഭർത്താവിൻ്റെതാണ്. ഇസ്ബിരി വഹ്തസിബി, ക്ഷമിക്കണം, അല്ലാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കണം. രണ്ടാമത് കാണുന്നു ഭർത്താവിൻ്റെതാണ്, പിന്നെ കാണുന്നു മകൻ്റെതാണ്, പിന്നെ കാണുന്നു സഹോദരൻ്റെതാണ്. അങ്ങനെ 4 പേരും ഷഹീദായിട്ടും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നു നിൽക്കുമ്പോൾ ഒരാൾ ഖുറൈശികളിൽപ്പെട്ട ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, എവിടെയാണ് മുഹമ്മദ് നബിയുള്ളത്?
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി അലഞ്ഞ പെണ്ണവിടെയുണ്ട്. ആ സമയത്താണ് ചോദ്യം, മുഹമ്മദ് നബി എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രതികരിക്കണ്ട. രണ്ടാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രതികരിക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എടാ ഇവിടെയുണ്ടെന്നൊന്ന് വിളിച്ചു പറയാനുള്ള ആവേശമുണ്ട്, പക്ഷേ അനുമതി കിട്ടിയില്ല. മൂന്നാമത് വിളിച്ചു ചോദിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് എവിടെ? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രതികരിക്കേണ്ടതില്ല. നാലാമത് ഖുറൈശികളുടെ ചോദ്യമാണ്, ഐന റബ്ബു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ റബ്ബ് എവിടെ? ഹാദാ യൗമുൽ ലാത്ത വൽ ഉസ്സ, ഇത് ലാത്തയുടെയും ഉസ്സയുടെയും ദിവസമാണ്. മുഹമ്മദ് നബിയുടെ ദൈവം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഓ ഉമറേ, ഇനി മറുപടി പറഞ്ഞോ, കാരണം ഇതുവരെ നമ്മളെ കുറിച്ചല്ലേ ചോദിച്ചത്, ഇപ്പോൾ അല്ലാഹുവിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആർജവത്തോടെയുള്ള പ്രതികരണം, ആരടാ വിളിച്ചു ചോദിക്കുന്നത്? ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇവിടെ നിൽക്കുന്നുണ്ടടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബറും ഇവിടെയുണ്ട്. ഞാൻ ഈ വിളിച്ചു പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഹാദാ യൗമു റബ്ബിൽ ആലമീൻ, ഇത് സർവാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അല്ലാഹുവിൻ്റെ ദിനമാണ്. ഇത് വിജയം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ ഒരു നേതാവിനെയും തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലടാത്. ചങ്കൂറ്റത്തോടെ മെഹ്റാബിൽ വെച്ചുകൊണ്ട്, അഥവാ ഉഹദ് പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ ഒരു മസ്ജിദുൽ ളുഹർ എന്നോ മിഹ്റാബ് എന്നൊക്കെ പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുമ്പോഴാണ് ഒരാള് വന്നിട്ട് പറയുന്നു, നബിയേ, ഹംസത്തുൽ കറാർ കൊല ചെയ്യപ്പെട്ടു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വന്ന് മൂത്താപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് വാർത്ത പറഞ്ഞപ്പോ ഭർത്താവും പിതാവും മകനും സഹോദരനും കൊല ചെയ്യപ്പെട്ടതിൻ്റെ പേരിലും തിരിഞ്ഞു നിൽക്കാതെ തിരുസവിധത്തിലേക്ക് നടന്നു വന്ന മഹദി അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ കരച്ചിലാണ്. എന്താ മോളെ ഇപ്പൊ കരയുന്നത്? നിന്റെ ആരും മരിച്ചിട്ട് നീ കരഞ്ഞില്ല, എന്തേ ഇപ്പൊ കരയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ഹംസത്തുൽ കറാർ നിന്റെ ആരാണ്? എൻ്റെ ആരുമല്ല. പക്ഷേ ഹംസത്തുൽ കറാർ തങ്ങളുടെ വിയോഗം എൻ്റെ നേതാവിൻ്റെ കൽബിനെ വേദനിപ്പിക്കുമല്ലോ. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിൽ ദുഃഖമുണ്ടാകാം, പക്ഷേ ഹംസത്തുൽ കറാർ തങ്ങളെന്ന മൂത്താപ്പയോളം ദുഃഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറാരുടെയും വിയോഗത്തിൽ വരാനിടയില്ല. അതുകൊണ്ട് തങ്ങളുടെ ദുഃഖത്തെ ഓർത്തിട്ട് കരയുന്നു. കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും ഇമാം അഹ്മദ് ഉദ്ധരിച്ച വാചകമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെയുടെ സാന്നിധ്യത്തിന്റെ താരള്യം അനുഭവിക്കാനുള്ള നിയോഗം ഞങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ വേറെ ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ അസ്റഫുൽ വറായുടെ തിരുസവിധത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ
അഹ്ലുബൈത്തിനോടുള്ള അനുരാഗമുപാധിയായി സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. 4 ഖലീഫമാരും പഠിപ്പിച്ചു തന്നതാണ്. അതല്ലേ ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാര് പറയുന്നുണ്ട്. ഇമാം ശഅബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലാ സയ്യിദ് ഇബ്നു അർഖം അലാ ജനാസതി ഉമ്മിഹി, എന്റെ ഉമ്മ അവിടുന്ന് വഫാത്തായപ്പോൾ സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അവിടെ നിന്നുകൊണ്ട് അതാ ആ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. എന്നിട്ട് മഹാനായ പണ്ഡിത കേസരിയുടെ വാഹനം വന്നു. ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്ന് പണ്ഡിത കേസരികളിൽപ്പെട്ട ആളുടെ കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കാൻ, വാഹനത്തിന്റെ കടിഞ്ഞാൺ പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുന്നു, പാടില്ല പാടില്ല, ഖല്ലി അൻഹു യബ്ന അമ്മി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയുടെ മകനല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതങ്ങ് വിടണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹകദാ നഫഅലു ബിഉലമാഇനാ, ഞങ്ങളെ ആലിമീങ്ങളെ ആദരിക്കുന്നവരാണ്. അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ ആലിമീങ്ങളോട് ആദരവുള്ളവരാണ്. അതുകൊണ്ട് ആലിമീങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ചാരത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ ജമലുൽ ലൈലി തങ്ങൾ അവിടുത്തെ ജീവിതം മുഴുവനും നമ്മുടെ പണ്ഡിത കേസരികൾക്കൊപ്പമായിരുന്നു. വിശിഷ്യ കാലഘട്ടത്തിന്റെ ഇതിഹാസമായ വൈജ്ഞാനിക കേരളത്തിന്റെയും ഇസ്ലാമിക നവോത്ഥാന കേരളത്തിന്റെയും അനിഷേധ്യരായ സാരഥിയായ ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിത കേസരിക്കൊപ്പം നിൽക്കാനുള്ള കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ്. പക്ഷേ ഇൽമുള്ള ആളുകൾക്കറിയാം മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ മൂല്യം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ച് മുത്തിയിട്ട് പറയുന്നു, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് ഇങ്ങനെ പെരുമാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കൽപ്പിച്ചത്. പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യൽ അഹ്ലുബൈത്തിന്റെയും ബാധ്യതയാണെന്ന് തിരിച്ചറിയുമ്പോൾ അഹ്ലുബൈത്തിനെ ബറക്കത്തെടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണെന്ന് സാദാത്യങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ചേതോഹരമായ രംഗമാണ് താജുൽ ഉലമയും ഖമറുൽ ഉലമയും ആത്മീയ കേരളത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും പാരസ്പര്യത്തിന്റെ ചരിത്രപരമായ ആവർത്തനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടത്തെയോടുള്ള കുടുംബത്തോട് പ്രണയം കാണിച്ച് എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തുമ്പോൾ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈങ്ങളുടെ അനുബന്ധമായി വന്ന മഹാനാണ്. മഹാനവറുകൾ പറയുന്നു, എൻ്റെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ, അവർ 3 പേരും എന്നോടൊരാവശ്യം ഉന്നയിച്ചാൽ ഞാൻ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ആവശ്യമാണ് പ്രാധാന്യം കൊടുക്കുക. ലിഖറാബതിഹി ലിറസൂലില്ലാഹി,
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം കൊണ്ട് അല്ലാഹുവിങ്കൽ ഒന്നും രണ്ടും പദവിയുള്ളവർ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമാണ്, തർക്കമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം അലി ഇബ്നു അബീ ത്വാലിബിനല്ലേ കൂടുതലുള്ളത്. അതുകൊണ്ടോ ഖുദാ കി റസാ ചാഹത്തെ ഹൈ ദോ ആലം ഖുദാ ചാഹതാ ഹൈ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രീതിയാണ് നമ്മുടെ മുഴുവൻ ലക്ഷ്യമെങ്കിൽ അല്ലാഹുവിന്റെ പ്രീതിക്കുള്ള ഡിമാൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് അനുരാഗത്തിന്റെ അലമാലകൾ ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിക ആദർശ ലോകത്ത് വിമർശനമടയാളപ്പെടുത്തിയ ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം മാറ്റിവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അവർക്ക് പറയേണ്ടി വന്നു. ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി, അതുപോലെ തന്നെ ഇബ്നു കസീർ, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങിയുള്ള ആളുകൾ പോലും അവരുടെ രചനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം എണ്ണിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പോകുന്നത് നമ്മുടെ എൻ്റെ വിഷയത്തിന്റെ പരമ്പരയുടെ സാങ്കത്യത്തിനോട് യോജിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പരിശോധിച്ചു നോക്കുമ്പോൾ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ പ്രാധാന്യം എണ്ണിപ്പറയാതെ അവർക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, 4 മദ്ഹബിന്റെ ഇമാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ എങ്ങനെ കണ്ടു? 4 ഖുലഫാക്കളും അവരുടെ ബന്ധം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതിൽ മഹാന്മാരുടെ ചില പരാമർശങ്ങൾ നമ്മൾ പറയുമ്പോൾ മദ്ഹബിന്റെ ഇമാമുകൾ അഹ്ലുബൈത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അബൂ യൂസുഫ് റഹിമഹുള്ളയോട് വസിയ്യത്ത് ചെയ്യുന്നു, മോനെ നീ അവിടുന്ന് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അതോടൊപ്പം തന്നെ അഹ്ലുബൈത്തിനെ പ്രത്യേകം പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് ആരെങ്കിലും സ്വാലിഹീങ്ങളായ ആളുകൾ പറഞ്ഞാൽ അവരനുഷേധിക്കാൻ പാടില്ല. തുടങ്ങി അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിന്റെ പ്രാധാന്യം അബൂ യൂസുഫ് റഹിമഹുള്ളയോട് പറഞ്ഞു കൊടുക്കുന്നത് കാണാം. രണ്ടാമത്തെ ഇമാം ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിൽ കൊണ്ടുപോയി അബൂ ജഅഫറുൽ മൻസൂർ തല്ലി. ആ അബൂ ജഅഫറുൽ മൻസൂറിന്റെ ആക്രമണം കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് റളിയല്ലാഹു അൻഹു പരിക്ഷീണിതരായി പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങളോട് പറഞ്ഞു, അല്ലയോ ഇമാം മാലിക്കേ, നിങ്ങൾ പരാതിപ്പെടണം. ആരോടാണ്? ഇവിടെയുള്ള ഗവൺമെന്റിനോട് പരാതിപ്പെട്ടിട്ട് അബൂ ജഅഫറുൽ മൻസൂറിനെ തിരിച്ച് പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ പറയുകയാണ്, വല്ലാഹി ഇന്നി ലഅസ്തഹീ, എനിക്ക് നാണം അനുഭവപ്പെടുന്നു. നാളെ പരലോകത്ത് വരുമ്പോൾ فيعذب به هذا الرجل من قرابة النبي صلى الله عليه وسلم بسببي فتركه لقرابته من النبي صلى الله عليه وسلم. അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി മാലിക് ഇമാം തങ്ങളെ അടിച്ച് തല്ലി ജയിലിന്റെ ഉള്ളിലിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി.
എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലായി ഇത് അനസ് എന്നവരുടെ മകൻ മാലിക് തന്നെയാണോ എന്ന് സംശയമുന്നയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ക്ഷീണിച്ചെത്തിയപ്പോൾ അവസാനം ഹാറൂൻ റഷീദ് വന്നിട്ട് പറഞ്ഞു, പ്രതികാരമെടുത്തോളൂ മാലിക് ബിൻ അനസേ. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ബന്ധം അബൂ ജഅഫർ അൽ മൻസൂറിനുണ്ട്. അദ്ദേഹം ഖബർ സിയാറത്തിന് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്നാൽ അബൂ ജഅഫർ അൽ മൻസൂർ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അസ്സലാമു അലൈക യബ്ന അമ്മി, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയുടെ മകനല്ലേ, അല്ലെങ്കിൽ പിതൃവ്യന്റെ മകനല്ലേ ഇവിടെ കിടക്കുന്നത് എന്ന് സലാം പറയാൻ അവകാശമുള്ള ആളാണ്. പക്ഷേ മാലിക് ബിൻ അനസിന് ആ അവകാശമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വമോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ രണ്ടാമത് പറയുന്നു, ഓ ഹാറൂൻ റഷീദേ, നാളെ എങ്ങാനും അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത്, അല്ലയോ മാലിക്കേ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി തെറ്റായി പെരുമാറിയതിന് വിട്ടുവീഴ്ച ചെയ്യാഞ്ഞതെന്തേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാൽ എനിക്കവിടുന്ന് പ്രതികരിക്കാൻ മറുപടി ഉണ്ടാവുകയില്ല. ഒരാൾ ബൈത്തുൻ ചൊല്ലി വരുന്നു, ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മഹാന്മാരുടെ ഹജ്ജുകൾ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. മഹാന്മാരായ ആളുകൾ ഹജ്ജ് എങ്ങനെയാണ് നിർവഹിച്ചതെന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിലയിൽ മസ്ജിദുൽ ഖൈഫിന്റെ അടുക്കലൂടെ നടന്നു പോകുന്ന രംഗം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞിട്ട്, ഇൻകാന റഫ്ലി ഹുബ്ബു അലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നി റാഫിളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള അനുരാഗമാണ് അബദ്ധവിശ്വാസികളായ റാഫിളിയ്യത്തിന്റെ കൂട്ടത്തിലേക്ക് എന്നെ ചേർക്കുന്നതെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും സാക്ഷി നിന്നോ, അന്നീ റാഫിളി, ഞാൻ ആ വിഭാഗക്കാരനാണെന്ന് ആരോപിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുരാഗത്തിന്റെ അഹ്ലുബൈത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആലുൻ നബീ ദരീഅതി വഹുമു ഇലയ്യ വസീലതി. എനിക്ക് പരലോകത്തേക്ക് പ്രതീക്ഷയുള്ളത് എൻ്റെ രചനകളല്ല, എനിക്ക് പരലോകത്തേക്ക് പ്രതീക്ഷയുള്ളത് എൻ്റെ മദ്ഹബല്ല, എനിക്ക് എൻ്റെ പരലോകത്തേക്ക് പ്രതീക്ഷയുള്ളത് പാതിരാവിലെ ആരാധനകളോ പടക്കളത്തിലെ ധീരസമീപനങ്ങളോ വൈജ്ഞാനിക ചക്രവാളത്തിലെ ക്രയവിക്രയങ്ങളോ അല്ല. അഹ്ലുബൈത്തിൽപ്പെട്ട അംഗമാണെന്നും അവർ അനുകൂലമാണെന്നുമുള്ള സമീപനമാണ് എന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മൂന്നാമത്തെ ഇമാമും അവിടുന്ന് വിളിച്ചു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലേ നാലാമത്തെ ഇമാം. മഹാനവറുകൾ പറയുന്നു, പദവിയിൽ നാലാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നതിൽ ആരെങ്കിലും തർക്കം പറഞ്ഞാൽ അവനവന്റെ വീട്ടിലെ കഴുതേക്കാൾ മോശക്കാരനാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ ആദരവുകളെ എണ്ണിപ്പറഞ്ഞ് ആത്മജ്ഞാനികളായ സലഫുകളും ഖലഫുകളും എല്ലാം സംസാരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ആകെയുള്ള രക്ഷ ആ അഹ്ലുബൈത്തിനോടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ആ മഹാന്മാരായ അഹ്ലുബൈത്തിനെ എന്തിനിത്ര ആദരിക്കണം, എന്തിനിത്ര സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ
ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം പറയുമ്പോൾ മറുഭാഗത്ത് അവർ സമർപ്പിച്ച സമർപ്പണങ്ങളെ മറക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക സംസ്ഥാപനത്തിന്റെയും പ്രചാരണത്തിന്റെയും ഇന്നലകളിൽ ജീവത്യാഗം വരിച്ചവരാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോഴറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയോട് സമീപിച്ച മുഴുവൻ ആളുകൾക്കും നൽകിയത് ആത്മജ്ഞാനത്തിന്റെയും പരിത്യാഗത്തിന്റെയും ദിനരാത്രങ്ങളെയാണ്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ഇന്റിമേഷൻ ഉണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? ആത്മീയമായ ലോകത്തെ ശുഹദാക്കളിൽ ഒരാളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ഖിലാഫത്തിന്റെ പദവി എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെ സപ്രപഞ്ചങ്ങൾ ചവിട്ടിമരിക്കാനുള്ള പ്രധാനമന്ത്രിമാരുടെ പദവിയല്ല, വെപ്പാട്ടികളെ വെച്ച് പുലർത്തിയ ഭരണാധികാരികളുടെ പദവിയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക പരിപ്രേക്ഷ്യങ്ങളുടെ ഗിരിശൃംഗത്തിലേക്ക് കയറിയ രാജാധികാരത്തിന്റെ പദവിയല്ല. മറിച്ച് മഹാന്മാരായ ഖലീഫമാർ ജനസേവനത്തിന്റെ തീച്ചൂളയിൽ ദാരിദ്ര്യത്തിന്റെ വേദനയോടുകൂടി അവിടുന്ന് തോപ്പുകളിൽ വിശ്രമിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മഹാന്മാരായ ഖലീഫമാരിൽ രണ്ടാമത്തെ ആളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ ഷഹീദാണ്. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദാണ്. നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഷഹീദാണ്. ഹസനൈനി ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മബന്ധം പുലർത്തിയ കുടുംബത്തോടും അതുപോലെ തന്നെ ചാർച്ചയോടും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഈ സമുദായത്തിന്റെ രൂപീകരണത്തിനും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും വേണ്ടി പടക്കളങ്ങളിൽ ഞെട്ടറ്റു വീണവരാണ്. ആ സമർപ്പണത്തിന്റെ അനുസ്മരണമാണ് ഇവിടെ നടത്തേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഒരു ഭാഗത്തെ ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെയല്ലയോ മുന്നോട്ട് വന്നത്? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നപ്പോൾ കഴുത്തിൽ മിന്നുന്ന മാല കണ്ട് മുഖം തിരിച്ചു കളഞ്ഞു.